എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനേഴ്സ് ചെയ്യുന്നത് എന്താണ്? ആക്സിലേഷൻ നല്ല രീതിയിൽ അങ്ങ് കൊടുക്കും. അപ്പോൾ വണ്ടിയുടെ വേഗത കൂടും. അതിന് അനുയോജ്യമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ പലപ്പോഴും ചെയ്യുവാനായിട്ട് ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് സാധിക്കാറില്ല. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ വണ്ടിക്ക് വളരെയധികം വേഗത കൂടുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾ തുടക്കത്തിൽ കിട്ടുന്നില്ല. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ഒന്നെങ്കിൽ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും കൂടുതൽ റോഡിന് വെളിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വണ്ടി റോഡിന് സെന്ററിലേക്ക് പോകുന്ന അവസ്ഥ വരുന്നു, അതുമല്ലെങ്കിൽ റോഡിന്റെ റൈറ്റ് സൈഡിലേക്ക് വണ്ടി പോകുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ വാഹനം കൺട്രോൾ ചെയ്ത് മുന്നോട്ടെടുക്കുവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു. ഇത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ സാവധാനത്തിൽ ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം മുന്നോട്ടെടുക്കുന്നത്, അതിനനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. എന്തായാലും ഞാൻ വണ്ടി ഓടിച്ച് തന്നെ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏറ്റവും സാവധാനത്തിൽ വാഹനം മുന്നോട്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് ഒരു വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ വണ്ടിയുടെ വേഗത കൂടിയാൽ അതിനനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ തുടക്കത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. തുടക്കത്തിൽ എല്ലാവരും ചെയ്യുന്നത് വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുന്നോട്ടെടുക്കും, ആക്സിലറേറ്റർ നല്ല രീതിയിൽ കൊടുക്കും, വണ്ടിയുടെ വേഗത കൂടും. അതിനനുയോജ്യമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ വണ്ടി റോഡിന്റെ വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ഏറ്റവും സാവധാനത്തിൽ നിങ്ങൾ വണ്ടി മുന്നോട്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ ഒരു വാഹനം നിങ്ങൾക്ക് സാവധാനത്തിൽ മുന്നോട്ടെടുക്കാം? ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ക്ലച്ച് മൊത്തത്തിൽ ചവിട്ടുന്നു, അതിനുശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ പിന്നീട് വീണ്ടും ചെയ്യേണ്ടത്, വണ്ടി മുന്നോട്ടെടുക്കുന്ന അവസരത്തിൽ ഒരു ബിഗിനർ സാധാരണ ചെയ്യുന്ന ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ബ്രേക്കിൽ നിന്ന് കാലെടുക്കും, ആക്സിലറേറ്ററിൽ അങ്ങ് ചവിട്ടിപ്പിടിക്കും. ആക്സിലറേറ്ററിൽ ചവിട്ടിപ്പിടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ആക്സിലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ വണ്ടിക്ക് വേഗത കൂടുകയും വണ്ടി നല്ല വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തുടക്കത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരികയാണ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക, മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയക്കുക, ഏറ്റവും സാവധാനത്തിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. കണ്ടില്ലേ, ഫസ്റ്റ് ഗിയറിൽ വണ്ടി മുന്നോട്ട് നീങ്ങുകയാണ്. ഓക്കെ, ഇനി വണ്ടി നിർത്താൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ക്ലച്ച് ഒന്ന് ചവിട്ടി കൊടുക്കുക, അതിനുശേഷം നിങ്ങൾ മെല്ലെ ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, ഞാനിത് ക്ലച്ച് താങ്ങുന്നു, ബ്രേക്കേ വരുന്നു. ഓക്കെ, ഇപ്പൊ വണ്ടി ഇവിടെ നിന്നു. വീണ്ടും വണ്ടി മുന്നോട്ട് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മെല്ലെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ചെറുതായിട്ട് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുക. ഒരു കാരണവശാലും ആക്സിലറേറ്ററിന്റെ അളവ് കൂടാൻ പാടില്ല. ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആക്സിലറേറ്ററിൽ ചവിട്ടി അങ്ങ് പിടിച്ചേക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക, അതിനനുയോജ്യമായിട്ട് ഏറ്റവും സാവധാനത്തിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഏറ്റവും സാവധാനത്തിൽ. ഓക്കെ, ഏറ്റവും സാവധാനത്തിൽ ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയച്ചു. ഇപ്പോൾ വണ്ടി റണ്ണായി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തുടക്കത്തിൽ വണ്ടി നിർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണം, വണ്ടിയുടെ വേഗത തീർത്തും കുറവായതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ വണ്ടി പോകുന്നത് വളരെ സാവധാനത്തിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക. ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ക്ലച്ച് താങ്ങി കൊടുക്കുക, മെല്ലെ ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, ഇനി ഞാൻ വണ്ടി വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുന്നോട്ടെടുക്കുകയാണ്. മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഒരുപാട് ആക്സിലേഷൻ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അങ്ങനെ വണ്ടി മുന്നോട്ടെടുത്താൽ നമുക്ക് സ്റ്റിയറിംഗിന്റെ ഒരു കൺട്രോളിംഗ് നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ മെല്ലെയാണ് വണ്ടി മുന്നോട്ടെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനേഴ്സ് ചെയ്യുന്നത് എന്താണ്? ആക്സിലേഷൻ നല്ല രീതിയിൽ അങ്ങ് കൊടുക്കും. അപ്പോൾ വണ്ടിയുടെ വേഗത കൂടും. അതിനനുയോജ്യമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ പലപ്പോഴും ചെയ്യുവാനായിട്ട് ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് സാധിക്കാറില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ആക്സിലേഷൻ വീണ്ടും ഇതേ കൊടുക്കുന്നു, വീണ്ടും ഞാൻ ഇതേ സെക്കൻഡ് ഗിയർ കൊടുത്തു. അതിനനുയോജ്യമായിട്ട് നമുക്കിത് പെട്ടെന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കണം. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.